ഹലോ, എല്ലാവർക്കും 2024ലേക്ക് സ്വാഗതം. അപ്പോൾ ജനുവരി 1 2024 ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണത്. ഇലവീഴാപ്പുഞ്ചിറയിലേക്ക് പോകണേണ്. അപ്പോൾ ഇലവീഴാപ്പുഞ്ചിറയിലേക്ക് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് 2-3 മണിക്കൂർ 3-3.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. പെട്ടെന്ന് എത്തും. ആ സമയത്ത് ട്രാഫിക്കൊക്കെ ഉച്ചക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അധികം ട്രാഫിക് ഉണ്ടായിരുന്നില്ല, അത് കാരണം വേഗം എത്തി. പിന്നെ ഇപ്പോൾ നല്ല റോഡും വന്നിട്ടുണ്ട്. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ ആയിരുന്നു, ആ റോഡൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നല്ല റോഡും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എളുപ്പത്തിന് വരികയും ചെയ്യാം. വലിയ കുഴപ്പമില്ല, ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് വേഗം എത്താൻ പറ്റി. പിന്നെ അധികം ടയേർഡ് ആയില്ല. റോഡൊക്കെ മര്യാദക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മളധികം ടയേർഡ് ആവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഒരു വൈകിട്ട് ആ സമയത്ത് എത്തിയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത് അത്യാവശ്യം ആൾക്കാർ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കണമായിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നു, അപ്പോഴും വന്നുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ ടൈമിൽ പോകണതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാനും പറ്റും. ആ സമയത്താണ് തണുപ്പൊക്കെ വരുള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ എടുത്തിയാൽ നല്ല വെയിലുമായിരിക്കും, നമുക്ക് അത്ര ഒരു ഇത് കിട്ടൂല. അപ്പോൾ വൈകിട്ട് ഉള്ള സമയങ്ങളിൽ ഇവിടെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറേ പേര് സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറേ നേരം നിന്ന്. പക്ഷേ ആ സമയത്ത് അവിടെ ഫോഗ് വന്ന് മൂടിയ കാരണം ശരിക്കും കാണാൻ പറ്റിയില്ല. ഭയങ്കര ഫോഗായിപ്പോയി ആ ടൈമിൽ. 6 മണിയായപ്പോൾ തന്നെ നല്ല ഫോഗ് വന്ന് അവിടെ തിങ്ങി നിറഞ്ഞുകൊണ്ട് അത് ശരിക്കും കാണാനായിട്ട് പറ്റിയില്ല. അത് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നിന്ന്. ഇത് ഇവിടെ ഒരു വട്ടം കിടക്കണില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറാണത്. അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഇലവീഴാപ്പുഞ്ചിറയുടെ പഴയ സ്റ്റേഷനും പുതിയ സ്റ്റേഷനും. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെയും ബോർഡറാണിത്. ഇതാണ് ആ സിനിമയിൽ ഇലവീഴാപ്പുഞ്ചിറ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്ന വയർലെസ് സ്റ്റേഷനാണ് കേട്ടോ. പഴയ സ്റ്റേഷനാണ് ഇപ്പോഴും. അതേപോലെ തന്നെ ആ സിനിമയിൽ കാണിക്കുന്ന എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് കേട്ടോ. കസേരയുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു. ആ സിനിമ അവിടെയുള്ള ഫുൾ ഷൂട്ട് ചെയ്തതാണ് ഇലവീഴാപ്പുഞ്ചിറ. പിന്നെ അതിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ കൂടെ താഴത്തേക്ക് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ആ സ്ഥലം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നോക്കാൻ നേരത്ത് മുകളിൽ നോക്കുമ്പോൾ താഴത്തേക്ക് നോക്കാൻ നേരത്ത് നല്ല രസമായിരുന്നു കാണാനായിട്ട്, നല്ല ക്ലൈമറ്റും. ഞങ്ങൾ കുറേ നേരം അവിടെ 2-3 മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് വേറെ ഒരിടത്തും പോകാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേണമെങ്കിൽ അവിടെ ചെറിയ ചെറിയ ഡാമൊക്കെ ഉണ്ടെന്ന് പറയേണ്ട, അങ്ങോട്ട് കുറച്ചും കൂടിയൊക്കെ പോകാൻ. അപ്പോൾ നമുക്ക് പിന്നെ സമയം വൈകും. അത് കാരണം പിന്നെ ഞങ്ങൾ ഇവിടെ മാത്രം വരാനുള്ള പ്ലാനിങ്ങിലാണ് വന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നടക്കാണ്ട്. ഇപ്പോൾ കണ്ട ആ വഴി കൂടെ താഴത്തെ കുറേ നടക്കണം. അപ്പോൾ 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ജീപ്പിന് നമുക്ക് ഒരു മുകളിൽ കൊണ്ടുവന്ന് ആക്കിത്തരാം. എന്നാലും ആ കുറേ നടക്കാനുണ്ട്. അപ്പം അത്രയും ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജീപ്പിനൊന്നും കയറിയില്ല. ഞങ്ങൾ നടന്ന് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് വന്നതാണ്. നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ നടക്കലും. ഒരു എക്സസൈസും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്നു. വർത്താനം പറഞ്ഞ് നടന്നത് അധികം അറിയില്ല, അത്ര ടയർഡാവില്ല. അപ്പോൾ ജീപ്പിന് കൊണ്ടുവന്നാൽ അവർ പകുതിക്ക് വെച്ചാണ് കയറ്റുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് തന്നെ കയറണം. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് നടന്നു തന്നെയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് പോന്നു. ഒരുപാട് പേര് നടക്കാനുണ്ടായിരുന്നു. പിന്നെ പ്രായമുള്ള ആൾക്കാരും കൊച്ചുങ്ങളൊക്കെ ഉള്ളവർ മാത്രമാണ് ജീപ്പിന് കയറി വന്നോളൂ. അപ്പം അങ്ങനെ നമ്മളങ്ങനെ അധികം ടയേർഡാവില്ല നടന്നാലും. കുറച്ചിങ്ങനെ കയറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഒരു 6-6:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി.